ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഞാൻ വീണ്ടും ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മാവിന് ഇതൊന്ന് അരച്ചെടുക്കണം. ഇത് ഗോതമ്പ് പൊടിയാട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് ശർക്കര പാനിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ഇതാ ശർക്കര പാനിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇങ്ങോട്ട് ഒഴിക്കും. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണേ, അരഞ്ഞു കിട്ടാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ഹെൽപ്പിനായിട്ട് ചാച്ചനുണ്ട്. അപ്പോൾ ഈ വട്ടം എനിക്ക് ചാച്ചൻ ഹെൽപ്പിന് വന്നു. ഏത്തയ്ക്ക കുറച്ചുകൂടെ വേണമായിരുന്നു. അപ്പോൾ ചാച്ചൻ വന്നാൽ അത് വീണ്ടും എനിക്ക് കുറച്ചുകൂടെ അരിഞ്ഞെല്ലാം തന്നു എന്നെ ഹെൽപ്പ് ചെയ്തു. ഇത് തീർന്നണം വരെയും ചാച്ചൻ എൻ്റെ കൂടെ നിന്ന് എന്നെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ചാച്ചൻ അരിഞ്ഞ് തരികയാണ്. കുറച്ചുകൂടെ ഞാൻ അരിഞ്ഞ് വെച്ചായിരുന്നു, പക്ഷേ അത് കുറച്ചേ ഉള്ളായിരുന്നു, കുറച്ചുകൂടെ വേണമായിരുന്നു. അപ്പോൾ അമ്മമാർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കണ്ടേ, അതിന്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിരിക്കുന്നത്, ഇനി നമുക്കിതിൽ ഏത്തയ്ക്ക, തേങ്ങ, കശുവണ്ടി, മുന്തിരി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോഴത്തെ അടുപ്പയിൽ ഞാൻ വെള്ളം തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് മാവിലിടണം. നല്ല മിൽമാട നെയ്യ് എടുത്തിട്ടുണ്ട്. ഈ നെയ്ക്കകത്താണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പം നമുക്ക് തേങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം തേങ്ങ ഒരുപാട് അങ്ങ് മൂക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആയാൽ മതി, ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതി. അപ്പം ഇനി നമുക്കിത് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഏത്തയ്ക്കായും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ. അപ്പോൾ ഏത്തയ്ക്ക ഞാനിവിടെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അമ്മമാരുടെ ഹെൽത്തിന് നല്ലതാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അധികം കുറച്ച് എടുത്തിട്ടുണ്ട്. ഇത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം വഴറ്റി വേണം നമ്മൾ മാവിലിട്ട് ഇളക്കിയെടുത്ത് വേണം ഉണ്ടാക്കാൻ കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ഇടാൻ. അപ്പോൾ ഞാൻ അതും അതിനകത്ത് ഇടുന്നുണ്ട്. മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇപ്പോഴത്തെ നമ്മുടെ ഏത്തക്കായി നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ടിനി നല്ല പോലെ ഇത് ഇളക്കിയെടുക്കണം. എല്ലാം നല്ല പോലെ മിക്സായി നല്ല പോലെ വരണം. അപ്പോൾ നല്ല പോലെ അത് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പം മാവ് കട്ടിയായതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടണ്ടേ, അതിന് നല്ല കട്ടിയായിപ്പോയി. അപ്പോൾ ഏലക്ക പൊടി ഇടുന്നുണ്ട്, പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാത്രത്തിൽ ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് അതൊന്ന് എന്താ തൂത്തെടുക്കണം, ഒന്ന് അടിയിലൊട്ടി പിടിക്കാതിരിക്കാൻ. പിന്നെ നമ്മൾ ആവിയിലാണ് ഇത് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രം വെച്ച് അതിൽ നെയ്യ് തൂത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുക്കളയിൽ ഇതുപോലെ സ്റ്റീമർ വെച്ചിട്ട് അതിലും കൂടെ വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലിക്കുട്ടകത്തിൽ നമുക്ക് അമ്മമാർക്ക് കറക്റ്റ് ടൈമിൽ ചായയുടെ കൂടെ ഇത് കൊടുക്കാൻ പറ്റില്ല. ഇത്രയും പേർക്ക് ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ സ്റ്റീമർ വെച്ചിട്ട് അതിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ ഇഡ്ഡലിക്കുട്ടം വെച്ചിട്ട് അതിലും ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തത്. അല്ലെങ്കിൽ നമുക്ക് അമ്മമാർക്ക് ടൈമിന് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഇപ്പുറത്ത് അടുപ്പിൽ വെച്ചിരുന്നതും അതും സെറ്റായി വന്നിട്ടുണ്ട്. അതും വെന്ത് വന്നിട്ടുണ്ട്. അതിനി ഒന്ന് ഇറക്കി വെക്കണം. എന്നിട്ട് തണുത്തതിന് ശേഷം വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ അതും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മൾ 3 പാത്രത്തിലാണ് ഒഴിച്ച് ആവിയിൽ പുഴുങ്ങിയെടുത്തത്. 3ഉം സെറ്റായി വന്നിട്ടുണ്ട്. ഇതാണ്ട കണ്ടോ, സൈഡിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് അത് ഇളകി വരുന്നുണ്ട്. എന്തുവാ, കൊള്ളാവോ? ലതികമ്മയുടെ മുഖം കണ്ടിട്ടൊരു ഒരു പന്തി കേട്ടല്ലോ. എന്തുവാ സാധനം? അലുവായോ? അലുവായൊന്നും അല്ല. ആ, അടുത്തോട്ട് എടുത്തോളൂ, ഞാനിവിടെ സംസാരിച്ചോളാം. ഇങ്ങോട്ട് വരുമ്പോ ചവയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? രുചിയുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാ ചവയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തത് കേട്ടോ. ഞാനല്ല ചെയ്തത്, പാർവ. നല്ലതായിട്ടാണോ ചെയ്തത്? ആ, നിങ്ങൾക്ക് പല്ലില്ലാത്തവർക്കും ചവയ്ക്കാനും ഒക്കെ ആരോഗ്യപരമായിട്ട് ഏത്തക്ക അരിഞ്ഞിട്ട് വൃത്തിയായിട്ടല്ലേ ചെയ്തു തന്നെ. കണ്ടോ, ഈ താമരാക്ഷിയുടെ ഒക്കെ ചിരി കണ്ടോ? ഉണ്ടോ? ചവയ്ക്കാൻ കൊള്ളായിരുന്നോ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ചായ കൂടി കഴിഞ്ഞേച്ച് എല്ലാവരും മുറ്റത്തോട്ട് വരണം. നമുക്ക് ഇത്തിരി പോച്ചയൊക്കെ പറിച്ച് ബാക്കി എല്ലാവരും കണ്ട് ഇങ്ങോട്ട് വരണേ. കണ്ട് ഇവിടൊക്കെ ഇത്തിരി പോച്ചയൊക്കെ പറിച്ച് കേട്ടോ, പറഞ്ഞ കേട്ടോ. ആ,
എനിക്കൊരെണ്ണം തരുമോ? ഇതിനകത്തുള്ള പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പ്രായമുള്ള അമ്മമാരാ, അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതിനകത്ത് എന്തൊക്കെ പോരായ്മയുണ്ട്? മധുരമൊക്കെ ഉണ്ടോ? കൂടെ ആവിയിലിരുന്ന കുറച്ചുകൂടെ കല്ലാവും അല്ലേ അമ്മ? ഒന്നുകൂടെ മുറുകും. ആ, അപ്പൊ നിങ്ങൾ ഇത്രയും പ്രായമുള്ള തള്ളമാരാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെ അഭിപ്രായം എന്താ പറയാത്ത? അങ്ങനല്ല, അവള് കൊച്ചു പെണ്ണ. നാളെ അവൾക്ക് ഇത് ചെയ്യുമ്പോ ഇതിലും വൃത്തിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരണമെങ്കിൽ മോളെ ഇത് കുറച്ചു നേരം കൂടെ ആവിയിലിരുന്ന കുറച്ചുകൂടെ കട്ടിയാവും, അപ്പൊ തിന്നാൻ ഇത്രയുടെ ടേസ്റ്റ് കാണും എന്ന് പറഞ്ഞു കൊടുക്കണ്ടായോ? അപ്പൊ ഞാൻ തിന്നത് കൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇത് നമുക്കൊരു വെന്തിട്ടുണ്ട്, പക്ഷെ ഒരു കല്ലായില്ല. നല്ല കട്ടിയായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് എടുത്ത്. പല്ലില്ലാത്തവർക്ക് ഇത് മതി. പല്ലില്ലാത്തവർക്ക് ഇത് മതി, പക്ഷെ നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോ അതിന്റെ രീതി കൂടെ പറഞ്ഞു കൊടുക്കണം. ഇതെടുത്തിട്ടുണ്ട്, തേങ്ങ എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, മുന്തിരിങ്ങയുണ്ട്, ഏലക്കയുണ്ട്, ഇത്രയും സാധനമുണ്ട്. തേങ്ങ, ഏത്തക്ക എല്ലാം വഴറ്റി നെയ്ക്കകത്ത് വഴറ്റിയാ ചേർത്തേക്കുന്നത്. അപ്പൊ അത് കുറച്ചു നേരം കൂടെ ആവിയിലൊക്കെ ഒഴിച്ച് ചെയ്യാമെങ്കിൽ നല്ല പോലെ കല്ലായിട്ടിരിക്കും. നല്ല അങ്ങനെ പറയരുത്. നമുക്കൊരു സാധനം ഉണ്ടാക്കി തരുമ്പോ അതിനകത്തുള്ള പോരായ്മകളോടെ മോൾക്ക് പറഞ്ഞു കൊടുത്താൽ അവൾ ഇനി ചെയ്യുമ്പോ അത് മാറ്റി ചെയ്യണം. അങ്ങനല്ലമ്മേ. ഇനി അതിനകത്ത് വേറെ വല്ല സാധനം ചേർത്ത രുചി വരുമോ, ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നവരല്ലേ, ഇല്ലയോ പൊന്നമ്മേമോ? പൊന്നമ്മ ഇതൊക്കെ ഒത്തിരി ചെയ്തതല്ലേ, അപ്പൊ മോക്ക് അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം കേട്ടോ. പാറുവേ, നീ ഇങ്ങനെ ചെയ്താൽ ഒരു കാര്യമുണ്ട്, വൈകിട്ട് കഞ്ഞിക്ക് ആള് കാണത്തില്ല. സത്യമില്ലേ അമ്മ? എന്നാലും വരൂല്ലേ? അപ്പൊ ചായ കുടിച്ചേച്ച് അപ്പുറത്തോട്ട് ആരും പോകത്തില്ല കേട്ടോ. ഇപ്പൊ കഴിക്കുന്ന സാധനം വേണോ? ശാന്തമ്മയ്ക്ക് വേണോ? 5-6 രൂപ വന്നിട്ടൂടെ ഇരിക്കണേ. 5-6 രൂപ വന്നിട്ടൂടെ ഇരിക്കണേ. എന്റെ മോളെ ഇതവിടെ 3-4 ദിവസം കൊണ്ട് തിന്നും കൊടുത്താ. അപ്പൊ നമുക്ക് ചായ കുടിച്ച അപ്പുറത്തോട്ടല്ല, അപ്പുറത്ത് ജോലി ഉള്ളവർ മാത്രം അപ്പുറത്ത് പോവാ. തൂക്കാനുള്ള ആള് മാത്രം പോകും, ബാക്കി എല്ലാവരും ഇപ്പുറത്തോട്ട് വരിക.